നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സ്വകാര്യവൽക്കരണം, ആസ്തി വിൽപ്പന തുടങ്ങിയ കേന്ദ്ര നയങ്ങൾക്കെതിരെ CITU നടത്തുന്ന അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CITU സംസ്ഥാന സെക്രട്ടറി CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. തൈക്കാട്ടുശ്ശേരിയിലെ ദളിത് യുവതി നിലാവിനെ മർദ്ദിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് AK ശശി പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ ജനതാദൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ആരോഗ്യമേഖലയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സ്ഥാപിച്ച സോളാർ ലൈറ്റുകളുടെ പ്രവർത്തന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ നിർവഹിച്ചു. ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള സ്കൂൾ ഹെൽത്ത് നഴ്സസ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ആലപ്പുഴ DM ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CITU ജില്ലാ കമ്മിറ്റി അംഗം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സ്വകാര്യവൽക്കരണം, ആസ്തി വിൽപ്പന തുടങ്ങിയ കേന്ദ്ര നയങ്ങൾക്കെതിരെ CITU നടത്തുന്ന അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CITU സംസ്ഥാന സെക്രട്ടറി CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. സ്വകാര്യവൽക്കരണം, ആസ്തി വിൽപ്പന തുടങ്ങിയ കേന്ദ്ര നയങ്ങൾക്കെതിരെ CITUവിന്റെ അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ലേബർ കോഡ് പിൻവലിക്കുക, 26,000 രൂപ മിനിമം വേതനം നിശ്ചയിക്കുക, കരാർ തൊഴിലുകൾ സംരക്ഷിക്കുക, അഗ്നിവീർ, ആയുധ്, കൊയിലാവീർ തുടങ്ങി നിശ്ചിതമായ തൊഴിൽ നിയമ ഭേദഗതി പിൻവലിക്കുക, EPF കൃത്യമായി അടയ്ക്കാത്ത തൊഴിലുടമയ്ക്ക് ചുമത്തുന്ന പിഴ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ ദിനം ആചരിച്ചത്. ആലപ്പുഴ BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും CITU സംസ്ഥാന സെക്രട്ടറി CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. തൊഴിലുടമകൾക്ക് വേണ്ടി ആ വ്യവസ്ഥകൾ ലഘൂകരിക്കാനാണ്, പിഴത്തുക ലഘൂകരിക്കാനും നടപടികളിൽ നിന്ന് തൊഴിലുടമകളെ സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇളവുകൾ വരുത്താനുമാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നത്. അപ്പം അത് തൊഴിലാളികൾക്കെതിരായിട്ടുള്ളൊരു കാര്യമാണ്, അത് അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സ്കീം വർക്കേഴ്സ്, അംഗൻവാടി, ആശ തുടങ്ങിയ വിഭാഗം ജീവനക്കാർക്ക് ഇതെല്ലാം അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള കേന്ദ്ര പദ്ധതികൾ കൂടിയാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരുടെ ചില ആനുകൂല്യങ്ങളും ശമ്പളവുമെല്ലാം യഥാസമയം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള വാർത്തകൾ ചമയ്ക്കാനും പ്രചരണം സംഘടിപ്പിക്കാനുമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങളടക്കം പരിശോധിച്ചത്. സംഘടനയുടെ ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KR ഭഗീരഥൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം VT രാജേഷ്, ഏരിയ സെക്രട്ടറി KJ പ്രവീൺ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു. തൈക്കാട്ടുശ്ശേരിയിലെ ദളിത് യുവതി നിലാവിനെ മർദ്ദിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും നടത്തി. ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് AK ശശി പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചേർത്തല പൂച്ചാക്കലിൽ ദളിത് യുവതിയെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും നടത്തി. ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നേരത്തെ DCC ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് SP ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് AK ശശി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടി പോലീസിനറിയാം, റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കറിയാം, പാർട്ടിക്കാർക്കും അറിയാം പട്ടികജാതി പെൺകുട്ടിയാണെന്ന്. പട്ടികജാതിക്കാർക്ക് പരിരക്ഷയുണ്ട്. അവരുടെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ പട്ടികജാതി പീഡന നിരോധന വകുപ്പ് അനുസരിച്ച് കേസെടുക്കാം. കഠിനമായ കേസാണിത്. ആ വകുപ്പ് അനുസരിച്ച് കേസെടുക്കുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. ഇന്നലെ വരെ പ്രതീക്ഷിച്ചത് നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷയിൽ ഞങ്ങൾക്കില്ല. നീതി കിട്ടില്ലെന്ന് ഉറപ്പാക്കിയത് കൊണ്ടുവന്നാണ് ഇന്ന് അധികാരികളുടെ മുമ്പിൽ ഈ ധർണയുമായി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സൂചനയാണ്. ഇന്നലെ വൈകുന്നേരത്തിന് ശേഷമാണ് ഈ സമര പരിപാടികൾ ആസൂത്രണം ചെയ്തത്.
3 ദിവസം ഞങ്ങൾ പ്രതീക്ഷിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്പമെങ്കിലും നീതിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിദു രാഘവൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ രവിപുരത്ത് രവീന്ദ്രൻ, വി ശശി, മധു ജനാർദ്ദനൻ, ടി എ സുബ്രഹ്മണ്യൻ, പി കെ സുശീലൻ, കെ സുരേഷ് കുമാർ, എ സി ചന്ദ്രൻ, ജില്ലാ ഉപാധ്യക്ഷന്മാരായ വസന്ത ഗോപാലകൃഷ്ണൻ, പി കെ അച്യുതൻ, എം ദിവാകരൻ, വി കെ വിശ്വനാഥൻ, എം വി ആണ്ടപ്പൻ, ജനറൽ സെക്രട്ടറിമാരായ ആർ ബാലൻ, പി രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ, ജയനാഥ് വയലാർ, രാജീവ് വയലാർ, പി വി വിജയൻ, പത്മ രഘുനാഥ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ സി പ്രസന്നകുമാരി, പി ആർ വിശ്വംഭരൻ, സദാനന്ദൻ, യശോധരൻ, എം ജി കാർത്തികേയൻ, രാംകിഷോർ, രമേഷ് കുമാർ, മോഹനൻ കാട്ടൂർ, കൃഷ്ണൻകുട്ടി, രഘുവരൻ, ശ്രീകുമാർ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ ധർണയിൽ സംബന്ധിച്ചു. നാഷണൽ ജനതാദൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ആരോഗ്യമേഖലയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നതിന് തടയിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നാഷണൽ ജനതാദൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആരോഗ്യമേഖലയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നാഷണൽ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി മേടയിൽ അനിൽകുമാർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജ്മെന്റ് കമ്മിറ്റി, ആ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അമ്പലപ്പുഴ MLA. ആ അമ്പലപ്പുഴ MLAയും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ഹോസ്പിറ്റലിലെ സൂപ്രണ്ടും അടങ്ങുന്ന ആ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ ആ ഹോസ്പിറ്റലിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ആ ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത്. അവിടെ OP ടിക്കറ്റിന്റെ ഇനത്തിൽ തന്നെ ഒരു ദിവസം എത്രായിരം രൂപ അവിടെ വരുമാനമുണ്ട്. ആ വരുമാനം അവിടെ കെട്ടിക്കിടന്നുകൊണ്ട് ഹോസ്പിറ്റലിലെ സകല ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങൾ സകലതും കേടാക്കിക്കൊണ്ട് എന്താന്ന് വെച്ചാൽ സ്വകാര്യ മേഖലകളിലേക്ക് ചീട്ടെഴുതി കൊടുത്ത് പരിശോധന നടത്തി വരേണ്ട സാഹചര്യം. നാഷണൽ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് സുമേഷ് പള്ളിക്കൽ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PV പങ്കജാക്ഷൻ, മഹിളാ ജനതാ ജില്ലാ പ്രസിഡന്റ് അനിത സന്തോഷ്, അഹമ്മദ് മാതളശ്ശേരിയിൽ, KV സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. അടിക്കടി വിവാദങ്ങൾ ഉണ്ടാകുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ HDC പിരിച്ചുവിടുക, രോഗികളോടുള്ള ജീവനക്കാരുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കുക, സ്വകാര്യ ലാബുകൾക്ക് ഒത്താശ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സ്ഥാപിച്ച സോളാർ ലൈറ്റുകളുടെ പ്രവർത്തന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ നിർവഹിച്ചു. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സ്ഥാപിച്ച സോളാർ ലൈറ്റുകളുടെ പ്രവർത്തനം ഉദ്ഘാടനം നടത്തി. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിന് കീഴിലെ 5 വാർഡുകളിലായി 10ഓളം പ്രദേശങ്ങളിലാണ് സോളാർ ലൈറ്റ് സ്ഥാപിച്ചു നൽകിയത്. പറവൂർ പടിഞ്ഞാറ് ഗലീലിയോ ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ ഉദ്ഘാടനം ചെയ്തു. ലൈൻ വലിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും സാങ്കേതിക തടസ്സങ്ങളുമൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകൾ, അതായത് തീരദേശ മേഖലയിലെ സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. വാർഡിലെ ജനപ്രതിനിധികൾ മൂലവും അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന ഗ്രാമസഭകളും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഗ്രാമസഭകളും ഒക്കെ കൂടുമ്പോൾ രാത്രി കാലങ്ങളിൽ അവർക്ക് മത്സ്യബന്ധനമായി പോകുമ്പോൾ ചെറിയ വഴികളിലൂടെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അവർക്ക് അവിടെ ഒരു ലൈറ്റ് സ്ഥാപിച്ചു കൊടുക്കണമെന്നുള്ള അവരുടെ ആവശ്യത്തെ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ നമുക്ക് സർക്കാരിന്റെ, അതായത് ത്രിതല പഞ്ചായത്തുകളുടെ ഒന്നും ഫണ്ട് വിനിയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഞങ്ങളുടെ മുന്നിൽ നിന്നു. അപ്പോഴാണ് നമ്മൾ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടിന്റെ വിനിയോഗത്തെ പറ്റി ആലോചിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അജിത ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 13ാം വാർഡംഗം സുധർമ്മ ബൈജു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. LS ജിഷ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് ഉപാധ്യക്ഷ AP സരിത, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വിനോദ് കുമാർ, വാർഡ് അംഗം സുരേഷ് ബാബു, അംഗങ്ങളായ ഗീതാകൃഷ്ണൻ, കവിത, രഞ്ജിത്ത് രാമചന്ദ്രൻ, വർഗീസ് എബ്രഹാം, പാർവതി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആലപ്പുഴ ഫെഡറൽ ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഗ്രാമപഞ്ചായത്തിലെ തീരദേശ വാർഡുകളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചു നൽകിയത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.
ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള സ്കൂൾ ഹെൽത്ത് നഴ്സസ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ആലപ്പുഴ DMO ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CITU ജില്ലാ കമ്മിറ്റി അംഗം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള സ്കൂൾ ഹെൽത്ത് നഴ്സസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ DMO ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കഴിഞ്ഞ ഏപ്രിലിൽ പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിലും അരിയർ വിതരണം ചെയ്യാത്തതിലും ശമ്പളം വിതരണം മുടങ്ങുന്നതിലും പ്രതിഷേധിച്ചാണ് ഓൾ കേരള സ്കൂൾ ഹെൽത്ത് നഴ്സസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ DMO ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. CITU ജില്ലാ കമ്മിറ്റി അംഗം മുകുന്ദൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെല്ലുന്തോറും സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. എന്തെല്ലാം കേരള ഗവൺമെൻറ് ചെയ്തിട്ട് പോലും അതിനൊന്നും പരിഹാരം ഉണ്ടാകാത്ത രൂപത്തിൽ സാധനത്തിൻ്റെ വില നിലവാരം ഉയർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായമാണ് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട 60% ശമ്പളം. കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടത് മാത്രം തന്നെ കൊടുത്താൽ മതി. ബാക്കി 40% കേരള ഗവൺമെൻറ് എടുത്തോളും. അപ്പോൾ അതെങ്കിലും കൊടുത്ത് ഇതും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുഖമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. ഓൾ കേരള സ്കൂൾ ഹെൽത്ത് നഴ്സസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS ജിബിൻ ധർണയിൽ അധ്യക്ഷനായി. സംഘടനയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ G മോൾ, ജില്ലാ സെക്രട്ടറി SD സിനിമോൾ, കൃഷ്ണകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യവൽക്കരണം, ആസ്തി വിൽപ്പന തുടങ്ങിയ കേന്ദ്ര നയങ്ങൾക്കെതിരെ CITU നടത്തുന്ന അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CITU സംസ്ഥാന സെക്രട്ടറി CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. തൈക്കാട്ടുശ്ശേരിയിലെ ദളിത് യുവതി നിലാവിനെ മർദ്ദിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് AK ശശി പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ ജനതാദൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ആരോഗ്യമേഖലയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സ്ഥാപിച്ച സോളാർ ലൈറ്റുകളുടെ പ്രവർത്തന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ നിർവഹിച്ചു. ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള സ്കൂൾ ഹെൽത്ത് നഴ്സസ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ആലപ്പുഴ DMO ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CITU ജില്ലാ കമ്മിറ്റി അംഗം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.